ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു പക്കവട ഈവനിങ് സ്നാക്കിനായിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 സവാള കുനുകുനാന്ന് അരിഞ്ഞ്, അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം ഒരു നുള്ള് ഇഞ്ചി, പച്ചമുളക് ഒരെണ്ണം, അത് വേപ്പില, ഇതൊക്കെ നന്നായി ഞാൻ നുറുക്കി ചെറുതായിട്ട് നുറുക്കിയതാണ് കേട്ടോ, തടയാണ്ടിരിക്കുന്ന പോലെ. എന്നാൽ അതിനൊരു മണമൊക്കെ കിട്ടണം, അതുപോലെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു സ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ സ്പൂണിൻ്റെ 1/4 ഭാഗം കായപ്പൊടി ഒക്കെ ഇട്ടിട്ട് നന്നായി തിരുമ്പി ഉടച്ചിട്ട് മാറ്റി വയ്ക്കുകയാണ്. മുക്കാൽ മണിക്കൂറോളം ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അരമണിക്കൂർ വെച്ചാലും മതി. ഇപ്പം എൻ്റെ ഒരു സൗകര്യത്തിന് ഞാൻ അങ്ങനെ ചെയ്തോളാം. പിന്നെ നമ്മൾ എടുക്കണമെന്ന് പറഞ്ഞാൽ, അപ്പം അങ്ങനെ ഉടയ്ക്കുമ്പോൾ അതിൽ നിന്ന് നല്ല നീരൊക്കെ വരും കേട്ടോ. ആ നീര് തന്നെയാണ് നമ്മൾ ഇതൊക്കെ പൊടികളൊക്കെ ചേർക്കുമ്പോൾ ഉപയോഗിക്കുക. പിന്നെ കുറച്ച് വെള്ളമാണ് പിന്നെ ബാക്കി നമ്മൾ ചേർക്കേണ്ട കാര്യമുള്ളൂ. ഇതിലേക്ക് ഉപയോഗിക്കുക നമ്മൾ സാധാരണ കടലമാവാണ് കേട്ടോ. അത് ഒരു 150 ഗ്രാം കൊള്ളണ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അതിലേക്ക് ആ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി നമ്മൾ അതിലേക്ക് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായി ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട്, ആദ്യം തന്നെ ഇതിൽ തന്നെ നീരുണ്ടാവും. നമ്മൾ നന്നായി ഉടച്ച് വെച്ചിട്ടുണ്ടല്ലോ സവോളയൊക്കെ, അപ്പം അതിലൊക്കെ നീരുണ്ട്. അപ്പം അതന്നെ വേണ്ടു. എന്നാലും ചിലപ്പോൾ സ്വല്പം ഒരു സ്പൂണോ 1.5 സ്പൂണൊക്കെ നമുക്ക് വെള്ളം ആവശ്യം വരും. ഇനി നന്നായി നമ്മുടെ കൈ കൊണ്ട് നമ്മൾ തിരുമ്മി ഉടച്ച ആ കൂട്ടിലേക്ക് ഈ പൊടി അത് ചേർക്കണം. അപ്പോൾ സ്വല്പം വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. നന്നായി അപ്പം ഈ കടലമാവാകുമ്പോൾ നമ്മുടെ കൈയും ഒട്ടും കിട്ടുക. ഇതിൽ നിന്ന് ഓരോ നുള്ളുകൾ നമ്മൾ ചൂടായ വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മളത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് നമ്മുടെ കൈയൊന്നും നനച്ചിട്ടാണ് നമ്മളിത് നുള്ളി ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ വെളിച്ചെണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കണം കേട്ടോ, എന്നാലാണ് അതിൻ്റെ ഒരു രസം. വലിയ ഇതായിട്ട് നമ്മൾ വേപ്പില, പച്ചമുളക്, ഇഞ്ചി ഒന്നും ഇടരുത്. കാരണം നമ്മളൊരു ചെറിയ നുള്ളു പോലത്തെ ഒന്നും. അപ്പം അതിലിങ്ങനെ ഈ സബോളയാണ് നിൽക്കേണ്ടത്. സബോള അങ്ങനെ അതിലിങ്ങനെ കടിക്കണം, അതാണ് ഒരു രസം. അപ്പോൾ കൈയൊന്ന് വെള്ളത്തിൽ നനച്ചിട്ട് നമ്മൾ ഓരോ നുള്ളുകൾ ഇങ്ങനെ വെളിച്ചെണ്ണ ചൂടാവുന്നതിലേക്ക് ഇട്ട് കൊടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പക്കവട നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വീട്ടിൽ തന്നെ. ഒരു നുള്ള ബേക്കിംഗ് സോഡ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ചായ വെച്ച് അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഒരു അരമണിക്കൂർ മുന്നേ നമ്മൾ സവോളയും കാര്യങ്ങളൊക്കെ ആക്കി വെക്കുന്നുണ്ടല്ലോ. പിന്നെ ഇതിങ്ങനെ ഈ പൊടിയിട്ട് ഇളക്കി യോജിപ്പിക്കാൻ വേണ്ടു. അപ്പോൾ പിന്നെ വെളിച്ചെണ്ണ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചൂടായി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം അതിനധികം നേരം വേണ്ട. അപ്പോൾ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും നമ്മുടെ ഈവനിങ് സ്നാക്ക് റെഡി ഉണ്ടാവും. നല്ല ടേസ്റ്റുമാണ്, നല്ല എരിവാണ്. അത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പക്കവട. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുക. കട്ടൻ ചായക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ പക്കവട. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.